विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया, संजय सिंह को जेल भेज दिया, सत्येंद्र जैन को जेल भेज दिया, केजरीवाल को जेल भेज दिया, हेमंत सोरेन को जेल भेज दिया, ममता दीदी के कई मंत्रियों को जेल भेज दिया, स्टालिन के कई मंत्रियों को जेल भेज दिया, केरला के सीएम के पीछे पड़े हैं। तुम अगर जनतंत्र को जेल में कैद करोगे तो जनतंत्र जेल से चला के दिखाएंगे दोस्तों। अगर ये चुनाव जीत गए, मेरे से लिखवा लो एफिडेविट के ऊपर, थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे। चुनाव विश्लेषकों से बात की, सेफोलॉजिस्ट से बात की, जनता से बात की, फोन पे लोगों से। मेरा अपना आकलन है कि 4 जून के बाद इनकी सरकार नहीं बन रही, मोदी सरकार नहीं बन रही। दोस्तों, अगर मैं गलत हूं तो मेरे को बताना। हरियाणा में इनकी सीट कम हो रही है, राजस्थान में कम हो रही है, कर्नाटक में कम हो रही है, दिल्ली में कम हो रही है, बिहार में कम हो रही है, महाराष्ट्र में कम हो रही है, कर्नाटक में कम हो रही है, बंगाल में कम हो रही है, झारखंड में कम हो रही है। बढ़ कहां रही है? यूपी में कम हो रही है, बढ़ कहां रही है? बड़े एक भी जगह इनकी सीटें नहीं बढ़ रही हैं। मेरा अपना मानना है, और सट्टा बाजार में भी वो जो चल रहा है, इनकी 220 से 230 के बीच में सीट आ रही है, उससे ज्यादा सीट नहीं आ रही। मोदी सरकार नहीं बन रही है, केंद्र में इंडिया गठबंधन की सरकार बन रही है। आम आदमी पार्टी उस सरकार का हिस्सा होगी, दिल्ली को पूर्ण राज्य दिलाएंगे। നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്ന ആറ്റം ബോംബും കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു സ്ഥാപനം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ മോദി സർക്കാർ നടത്തിയ ശ്രമം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചതുപോലെ ഇനി ഇന്ത്യയിലെ ജനങ്ങൾ കൂടി തീരുമാനിച്ചാൽ അടുത്ത കേന്ദ്ര സർക്കാരിനെ നയിക്കുക നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആയിരിക്കില്ല. ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഇന്ത്യ സഖ്യത്തോട് ചോദിക്കുന്ന മോദിക്ക് ഇന്ന് കെജ്രിവാളിൻ്റെ മറു ചോദ്യം നേരിടേണ്ടി വന്നു. അടുത്ത കൊല്ലം 75 തികയുന്ന സ്ഥിതിക്ക് ജയിച്ചാൽ ആരാകും പുതിയ നേതാവ് എന്നാണ് കെജ്രിവാൾ ചോദിച്ചത്. വൺ നേഷൻ വൺ ലീഡർ മിഷൻ നടപ്പിലാക്കുന്ന BJP 75 വയസ്സ് തികഞ്ഞെന്ന് പറഞ്ഞ് നേതാക്കളെയെല്ലാം മൂലക്കിരുത്തി. ഉടനെ തന്നെ യോഗി ആദിത്യനാഥിനെയും പുറത്താക്കും. അമിത്ഷായാണ് അടുത്ത നേതാവ്. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത്. ആരാണ് ഇനി മോദി ഗ്യാരണ്ടി നടപ്പിലാക്കുക എന്ന് കെജ്രിവാളിൻ്റെ പരിഹാസം. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം അധികാരത്തിലേറും എന്ന് കെജ്രിവാൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ സമയത്തെ സാഹചര്യമല്ല ഇന്ന് രാജ്യത്ത്. 56 ഇഞ്ചിൻ്റെ നെഞ്ചളവിൻ്റെ മാഹാത്മ്യം പറഞ്ഞു നടന്നിരുന്ന മോദി കെജ്രിവാൾ പയറ്റിൽ കിടുങ്ങിയോ? ന്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJP വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KJ ജേക്കബ് എന്നിവർ. ശ്രീ KJ ജേക്കബിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ KJ ജേക്കബ്, അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വാർത്താ സമ്മേളനം എന്ന പേരിൽ രാജ്യത്തോട് സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ഇത് കേട്ട് മോദി കിടുങ്ങിയോ? അമിത്ഷാ ഞെട്ടിയോ? BJP പറഞ്ഞ മറുപടികൾ തൃപ്തികരമായ മറുപടി ഉണ്ടോ? ഇത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് BJP നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എടുത്തു വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാന്ത്രികന്മാർ സൃഷ്ടിക്കുന്നത് പോലെ നുണകൾ അവരുടെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത നുണകൾ കോൺഗ്രസിൻ്റെ പേരിൽ അടിച്ചുവിടുകയാണ് പ്രധാനമന്ത്രിയും
ആഭ്യന്തരമന്ത്രിയും എന്തിന് രാജ്നാഥ് സിംഗിനെ പോലുള്ള ആളുകൾ പോലും, ആ കൂട്ടത്തിലെ ഏറ്റവും മാന്യനായ മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ശ്രീ രാജ്നാഥ് സിംഗ്, അദ്ദേഹം പോലും അത് പറഞ്ഞു കളയുന്നു. ഇന്നിപ്പം ഇതിലൊരു ഈ പണിക്ക് സാധാരണ കോൺഗ്രസ്സിനത് പരിചയമില്ലാത്തൊരു പണിയാണത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത് ഇഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ആ കൗണ്ടറാണ് ഇന്ന് കേജ്രിവാൾ ചെയ്തത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിക്കും. നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്നിപ്പം അതിന് അമിത്ഷാ മറുപടി പറഞ്ഞു, ഇല്ലില്ല, അങ്ങനത്തെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞങ്ങളുടെ BJPയുടെ ഭരണഘടനയിൽ അങ്ങനെയൊന്നും ഇല്ല, മോദി തന്നെ തുടരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ഡിഫൻസിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇന്ന് കേജ്രിവാൾ ചെയ്തത്. മനുഷ്യർ 5 വർഷത്തെ ഭരണത്തിന് ശേഷം, BJPയെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണത്തിന് ശേഷം അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യം നാട്ടുകാരോട് പറയുക, 10 വർഷത്തിന് കൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അടുത്ത 5 വർഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് വോട്ട് പിടിക്കുന്നതിന് പകരം പ്രതിപക്ഷ പാർട്ടിയെ അങ്ങ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങി ഓഡിറ്റ് ചെയ്യുകയും അവർ പറയാത്ത നുണകൾ നാട്ടുകാരോട് പറയുകയും അങ്ങേയറ്റം വെറുപ്പ് നാട്ടുകാരുടെ ഇടയ്ക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിക്ക് പറ്റിയ മറുപടിയാണ്. അവർക്ക് ഇതേ നടക്കൂ. അതല്ലാതെ സെൻസിബിളായിട്ട് അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അവർക്ക് കേജ്രിവാളെ പറ്റൂ. അപ്പം അങ്ങോട്ട് കയറി ഗോൾ അടിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അദ്ദേഹം 75 വയസ്സ്. അപ്പോൾ അത് BJP തന്നെ പലരെയും മാറ്റി നിർത്തിയതാണ്. BJPയുടെ ഭരണഘടനയിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അവർ എന്തിനാണ് അദ്വാനിയെ മാറ്റി നിർത്തിയത്? എന്തിനാണ് ഇതൊക്കെ ഇനി അവർ വിശദീകരിക്കേണ്ടി വരും. അത് അവരുടെ പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇത്ര വയസ്സ് വരെ MP ആകാവുള്ളൂ എന്നൊന്നുമില്ല. മിനിമം ഏജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം ഏജ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ആകാം. മോദിക്ക് പിന്നെ 80 വയസ്സ് വരെ 90 വയസ്സ് വരെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിനും MP ആയിരിക്കുന്നതിനും ഒരു ഭരണഘടനാപരമായ ഇതുമില്ല. പക്ഷേ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാൾ. അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക അപ്പുറത്തെ ഗ്രൂപ്പിൽ. അതിൻ്റെ അകത്ത് ഉത്തരേന്ത്യയിൽ നമ്മൾ കേൾക്കുന്നത് ശരിയാണ് എങ്കിൽ രജപുത്രന്മാർ BJPയുമായിട്ട് ഗുസ്തിയിലാണ്. ആ സമുദായം മുഴുവൻ BJPയുമായിട്ട് ഗുസ്തിയിലാണ്. അതിൻ്റെ അകത്തും കൂടെ ഒരു ചെറിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുത്തു. യോഗിയെ ഉടനെ മാറ്റും എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പിന്നെ സെൻസിബിളായിട്ടുള്ള പിന്നെ രാഷ്ട്രീയമാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിൽ ഇതൊന്നും അല്ല ആളുകൾ ചെയ്യുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ഭരണകക്ഷിയും ഇമ്മാതിരി വെറുപ്പ് മനുഷ്യർക്കിടയിൽ 14% വരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കുക, ഹിന്ദുക്കളുടെ കെട്ടുതാലി കുറച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഇങ്ങനെ ഏറ്റവും വഷളായ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതേ നടക്കൂ. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ 2 എഴുത്തുകൾ പ്രധാനമന്ത്രിക്ക് പോയി. നിങ്ങൾ ഈ വേണ്ടാതിനം പറയരുത്, ഞങ്ങൾ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു തരാം, ഞങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളതിന് ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നിപ്പോൾ കേജ്രിവാൾ പറഞ്ഞപ്പോൾ അമിത്ഷാ മറുപടിയായിട്ട് എത്തി. ഇതേ നടക്കുള്ളൂ. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന പോലെ അതേ നടക്കൂ. രാജ്യത്തിലെ ഭരണകക്ഷിയും പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം മലീമസമാക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ തെളിയും. ഇപ്പോൾ BJPക്ക് മനസ്സിലാവും ഇതേ നടക്കുമെന്ന്. അവർ രാമനെ എടുത്താൽ കേജ്രിവാൾ ഹനുമാനെ എടുക്കും. ഇതാണ് കഥ. ഇന്നുമായിട്ട് ഡൽഹി മുഴുവൻ ഹനുമാൻ കഥകളാണ്. അത് ബജരംഗ് ബലിയെ വെച്ചിട്ടാണ് കേജ്രിവാളിൻ്റെ കളി. അതേ നടക്കൂ. ശ്രീരാമൻ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ ദൈവമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ ചിഹ്നമല്ല. ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ ദൈവമാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ പേരിലാണ് BJP വോട്ട് പിടിക്കുന്നത്. മറുപടി ഹനുമാനാണ്. ഇങ്ങനങ്ങില്ല. അതാണ് ഹനുമാനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് ചൊറിയാൻ പറ്റില്ല. ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി ഈ തെറിക്കൊത്തരം മുറിപ്പത്തൽ പ്രയോഗമാണ് ഇന്ന് കേജ്രിവാൾ കൊടുത്തത്. ശ്രീ അനിൽകുമാർ, അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ശരിക്കുള്ള മറുപടി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രാദേശികമായ പോരാട്ടത്തിൻ്റെ വീര്യം BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP അതിനനുസരിച്ച് പ്രാദേശികമായി ഉള്ള പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ അജണ്ട സെറ്റിങ്ങോ ഒക്കെയാണ് മോദിയുടെ പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലും കണ്ടതാണ്. നമ്മൾ മോദി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ രാജ്യത്തോട് തന്നെ മോദിക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. BJPക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. അമിത്ഷാ ഒന്ന് കുലുങ്ങിയിരിക്കുന്നു. അങ്ങനെ ആണോ? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നിലച്ചപ്പോൾ ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തതെന്നൊരു ഐതിഹ്യമുണ്ട്. ഇതേപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കെജ്രിവാൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാളിന് ശബ്ദം തിരിച്ചു കൊടുത്തത് സുപ്രീം കോടതിയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കെജ്രിവാളിൻ്റെ ശബ്ദം അനിവാര്യമാണ് എന്ന്
സുപ്രീം കോടതി തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. രാജ്യചരിത്രത്തിൽ ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടില്ല. ഒരു ജാമ്യ ഹർജി കൊടുക്കാതെ ഒരാൾക്ക് ജാമ്യം കൊടുക്കുക. ആ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കരുത്, പക്ഷേ ഈ രാജ്യത്ത് നീതികേടുകളെക്കുറിച്ച് സംസാരിക്കണം, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കണം. ED അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം നെറുകേടുകളാണോ നരേന്ദ്രമോദി പറയുന്നത് അതെല്ലാം ആവർത്തിച്ച് പറയാൻ കെജ്രിവാളിനെ അനുഗ്രഹിച്ചയച്ചു സുപ്രീം കോടതി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ കരുത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കെജ്രിവാൾ ഇന്ന് നിറഞ്ഞാടിയത്. ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് സാർ പറഞ്ഞ പോലെ തെറിക്കുത്തരം മുറിപ്പത്തൽ. എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ ജയിലിലടച്ചതെന്നുള്ളത് ഇന്നത്തെ ഒറ്റ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ അവതരണം കൊണ്ട് വ്യക്തമായിരിക്കുന്നു. കാരണം ഇന്ത്യ രാജ്യത്ത് BJPയുടെ അജണ്ടകളെ കീറിമുറിക്കാനുള്ള കരുത്ത് കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും കുറേയേറെ ഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ പ്രഹരശേഷി ചെറുതല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. സുപ്രീം കോടതിയുടെ 3 വിധികൾ നോക്കൂ. ഒന്ന് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. ഇലക്ട്രൽ ബോണ്ട് കേസിൻ്റെ വിധിയുടെ പ്രത്യേകത പാതിരാത്രിയിൽ സൂര്യനുദിച്ചാൽ എന്ത് സംഭവിക്കും? പാതിരാത്രിയിൽ സൂര്യനുദിക്കുമ്പോൾ അനാശാസ്യങ്ങൾ നടത്തിയവർ വെളിപ്പെടുത്തപ്പെടും. അതേപോലെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ മറച്ചു വെക്കപ്പെട്ടിരുന്നത് ഒരു സൂര്യനുദിച്ചതുപോലെ SBI കൊണ്ട് തന്നെ മുഴുവൻ രേഖകളും സുപ്രീം കോടതി വലിച്ചു പുറത്തിട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന കോർപ്പറേറ്റ് വൽകൃത പാർട്ടികളാകെ തുറന്നു കാട്ടപ്പെട്ടു. നരേന്ദ്രമോദിയുടെ ഏറ്റവും വത്സല പിന്തുണക്കാരനായിട്ടുള്ള പതഞ്ജലി, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറയായിരുന്ന പതഞ്ജലി എത്ര ദിവസമാണ് സുപ്രീം കോടതി മുട്ടയിൽ നിർത്തിയത്? 3 വിധികൾ നോക്കൂ. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസിലെ വിധി. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയാം, കേരളം നടത്തിയ മുട്ടുമുടക്കാത്ത പോരാട്ടം, ആ പോരാട്ടത്തിന് ഇന്ത്യയിൽ മറ്റൊരു പോരാട്ടത്തിൻ്റെ അധ്യായമാണ് ഇവിടെ കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ മുട്ടുമുടക്കില്ല, അത് കേരളം പറഞ്ഞതാണ്. ഇതേവരെ തോമസ് ഐസക്കിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടില്ല. തോമസ് ഐസക്കാണ് ആ വഴി തെളിച്ചത്. EDക്കെതിരായ പോരാട്ടത്തിൻ്റെ നിയമവഴി, കേരളത്തിൻ്റെ കിബിയെ രക്ഷിക്കാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായി നടത്തിയ പോരാട്ടം കേരളം എത്രത്തോളം ഉയർത്തി. നമ്മൾ ദേശീയ രാഷ്ട്രീയം കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഒന്നും കാണരുത്. ഈ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നില്ല എന്ന് മോദിയോട് ചോദിക്കുന്ന ഒരു ദേശീയ നേതാവിനെ കേരളം കണ്ടതാണ്. അതേസമയം ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ദേശീയ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടക്കാൻ നടക്കുന്ന അധികാര കൊതിയനും അമിതാധികാര പ്രവണതയുടെ കേന്ദ്രവുമാണ് മോദി എന്ന് പറയുന്ന കെജ്രിവാളിനെയും രാജ്യം കാണുകയാണ്. നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ആരാണ് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ യോഗ്യന്മാരായിട്ടുള്ളത്? എല്ലാവരും ഉരുവിപ്പിക്കാൻ ശേഷിയുള്ളവർ, എല്ലാവരും ഉരുവിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തുനിന്ന് വിശദീകരിച്ചു കൊണ്ടു. ഇന്നത്തെ കെജ്രിവാളിൻ്റെ പ്രയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പുലിയുടെ മടയിൽ കയറി അടിക്കുക, നരിയുടെ മടയിൽ കയറി അടിക്കുക. നരിയുടെ മടയിൽ കയറി അടിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അമിത്ഷയ്ക്കും അതുപോലെ തന്നെ തൊട്ട് മുകളിലുള്ള നരേന്ദ്രമോദിക്കും കീഴിൽ കരിഞ്ഞുണങ്ങിയ കുറേയേറെ മഹാവൃക്ഷങ്ങൾ അതിലുണ്ട്. LK അദ്വാനി മുതൽ ഓരോരുത്തരായി അവരവിടെ ശ്വാസം മുട്ടി കഴിയുകയാണ്. അങ്ങനെ ശബ്ദമില്ലാത്ത അവർക്കും ശബ്ദം കിട്ടുന്ന വിധം, ഉത്തരം പറയാൻ ഇടവരുന്ന വിധം കാര്യങ്ങളിലേക്ക് വന്നു. നമ്മൾ കാണുമ്പോൾ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന അമിത്ഷയ്ക്ക് അടുത്ത കസേരയിൽ മോദിക്ക് ശേഷം താനാണെന്നുള്ള ഒരു നിഴൽഭാവമുണ്ടല്ലോ. ആ നിഴൽഭാവമാണ് ഇന്നും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിനകത്തെ ആളുകൾ വിവേകത്തോടെ വോട്ട് ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അമിത്ഷയെ കൊണ്ടുവരലാണ്. അമിത്ഷയെ കൊണ്ടുവരലെന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കപ്പെട്ടു. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. 259 സീറ്റുകളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കത്തില്ല എന്ന് മോദിക്ക് ഉറപ്പായിട്ടുണ്ട്, രാജ്യത്തിന് ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആഹ്ലാദിക്കാനൊന്നുമില്ല. കാരണം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനൊന്നുമില്ല. കൗണ്ട് ഡൗൺ ആണ്. ആ കൗണ്ട് ഡൗണിൻ്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. കെജ്രിവാളിനെ ജയിലിലടച്ചപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്തു. കെജ്രിവാളിനെ ജയിലിൽ നിന്ന് തുറന്നു കൊടുത്തപ്പോൾ നരേന്ദ്രമോദി ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം കുടഞ്ഞെറിഞ്ഞു, കുതറിമാറി. BJPക്ക് ഇനി ഏത് അജണ്ട പുറത്തെടുത്താലും ഈ തെരഞ്ഞെടുപ്പ് അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല. വൈവിധ്യസമ്പന്നമായ ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ നിറച്ചാർത്താണ് ഈ പോരാട്ടത്തിൽ കാണുന്നത്.
യെസ്, അനിൽകുമാർ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെ അല്ല, ഇന്ന് വലിയൊരു ആത്മവിശ്വാസം പ്രതിപക്ഷത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. അത് എന്തായാലും നമുക്കത് മാറ്റി പറയാൻ സാധിക്കുന്നതല്ല. താങ്കളിടയ്ക്ക് സൂചിപ്പിച്ച ചില കണക്കുകളൊക്കെ ഉണ്ട്. വലിയ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന് കിട്ടാൻ പോകുന്നു എന്നൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചവരുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവോടുകൂടി അതൊക്കെ ചിലപ്പോൾ നടന്നേക്കാം എന്ന് രാജ്യം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയല്ലേ? ഈ കാര്യങ്ങളുടെ അവതരണം എനിക്ക് വളരെ ഭംഗിയായി ഇഷ്ടപ്പെട്ടു. ആങ്കർ എന്നുള്ള നിലയിൽ ലാലിൻ്റെ പെർഫോമൻസ് വളരെ നന്നായി. ഒപ്പം അനിൽകുമാറിൻ്റെ പ്രതികരണവും വളരെ നന്നായി. നമ്മളെന്തായാലും വലിയൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ആര് നയിക്കുന്നു, ആര് ഭരിക്കുന്നു എന്നതിനപ്പുറം രാജ്യത്തിൻ്റെ ജനതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി നിലവിൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ താറുമാറാക്കുന്ന സാഹചര്യങ്ങൾക്ക് കാരണക്കാരാരോ അവരെ മാറ്റി, പ്രത്യേകിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ BJP സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി, ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി ഒരു സമാധാനം നൽകാൻ കഴിയുന്ന, ശ്രേയസ് നൽകാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം 2019 നമുക്ക് നടക്കാതെ പോയത് കൂടിയാലോചനകളുടെ കുറവ്, മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു ഇന്നത്തെ പോലെ ഒരു സംവിധാനം നമുക്കുണ്ടാക്കാൻ കഴിയാതെ വന്നു. ഇന്നത്തെ സാഹചര്യം ഓരോ രാഷ്ട്രീയ പാർട്ടിയും, അത് കോൺഗ്രസ് ആയാലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും, ആ പാർട്ടികളൊക്കെ തന്നെയും അവരുടെ പാർട്ടി താല്പര്യത്തെക്കാൾ, പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തെക്കാൾ, ആ പാർട്ടിയുടെ നേതാവിൻ്റെ താല്പര്യത്തെക്കാൾ, ഏതെങ്കിലും ഒരാൾ നേതാവാകുക എന്ന താല്പര്യത്തെക്കാൾ നാടിൻ്റെ താല്പര്യത്തിന് പരിഗണന കൊടുത്തു. അത് ജനഹിതം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും ഒരുമയോടുകൂടി ഒരു പോരാട്ടം ഒരു പ്രതിപക്ഷത്ത് നിന്ന് രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആ ഒരു പോരാട്ടം ഇന്ത്യ സഖ്യം വളരെ ചടുലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 2 മാസം മുമ്പ് മുതൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് പരസ്യ നിലപാടെടുത്ത് പങ്കെടുത്ത മുഴുവൻ ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത പൊതുയോഗങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ വളരെ കൃത്യമായി അഭിപ്രായം പറയുന്ന ഇതിന് ഞാൻ തയ്യാറായിട്ടുണ്ട്. അത് രാജ്യത്ത് വിവിധ ഇടങ്ങൾ സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞത്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, ഞാൻ എടുത്തു പറയുകയാണ്, മാധ്യമപ്രവർത്തകർ, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ആളുകളടക്കം വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഒരു ഘട്ടത്തിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. കണക്ക് പറഞ്ഞ് അവതരിപ്പിച്ച് ഓരോ പോയിന്റിലും ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചിട്ട് പോലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞാൻ കാണുന്നത് ശബ്ദം പുറത്ത് കേൾപ്പിക്കാഞ്ഞ, പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ കേൾപ്പിക്കാതിരുന്ന ആളുകൾ കേൾപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളോട് വിയോജിച്ച മാധ്യമപ്രവർത്തകർ തന്നെ അതിലേക്ക് എത്തും എന്ന നിലയിലേക്ക്, ഒരു വിജയത്തിലേക്ക് എത്തുകയാണ്. അത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ് പൂർണ്ണമായിട്ടില്ല, ഒരു 60%, 70% എത്തിയിട്ടുണ്ട്, ബാക്കിയും എത്തിയേക്കാം, അടുത്ത ആഴ്ച പറയാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അടുത്ത ആഴ്ച പറഞ്ഞോട്ടെ, നമ്മൾ 100% ഇന്ത്യ സഖ്യം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കും. കാരണം ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയും ആ ഭരണകൂടത്തിൻ്റെയും നാട്യങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിനി സ്കോപ്പില്ല. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ ജാമ്യം ഒരു പുതിയ കീഴ്വഴക്കമാണ്. സുപ്രീം കോടതിയുടെ ഈ ചന്ദ്രചൂഡ് വന്നതിന് ശേഷമുള്ള ശക്തമായ ഇടപെടലുകൾ, ഭരണസ്വാധീനത്തിന് വഴങ്ങാത്ത ഒട്ടനവധി വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ സുപ്രീം കോടതി എടുക്കുന്ന സുതാര്യമായ നടപടികൾ ഒരു നിയമസംഹിതയ്ക്ക് കരുത്തു പകരുന്നതും പിന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യം തകരാതിരിക്കാനുള്ള പ്രതീക്ഷയും പ്രത്യാശയുമായി ആ കോടതി നടപടികൾ മാറുന്നു എന്നത് ഏറ്റവും സന്തോഷത്തോടെ സഹർഷം നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ പ്രതിപക്ഷത്തുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ 2 വർഷം മുമ്പുള്ള പരാതിയിൽ ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാതെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്തതാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്.
അദ്ദേഹത്തിനെതിരെ കേസെടുക്കരുതെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി പിൻവലിക്കണം എന്നാരും പറയുന്നില്ല. അദ്ദേഹം അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെതിരെ ആക്ഷേപം ഉണ്ടെങ്കിൽ ആ കേസ് നടത്തരുതെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ 2 വർഷം ചമ്രം പടഞ്ഞിരുന്നതിന് ശേഷം വന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഒരു പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് 2 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്. അങ്ങനെ ഒരാളെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റുന്ന രാഷ്ട്രീയത്തോട് എന്തിൻ്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യ സഖ്യവും ഇന്ത്യയിലെ ജനങ്ങളും അത് ഇഷ്ടപ്പെടില്ല, അത് അംഗീകരിക്കില്ല. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ജാമ്യം, അതും നേരത്തെ ഇവിടെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ ആ കേസിൽ ജാമ്യാപേക്ഷ കൊടുക്കാത്ത ഒരാൾക്ക് ചരിത്രത്തിൽ ആദ്യമെന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഡേറ്റിന് മുമ്പ് ഈ അറസ്റ്റ് ന്യായമാണോ യുക്തമാണോ അത് ചലഞ്ച് ചെയ്തിട്ടുള്ള വാദം കേൾക്കാമെന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുന്നു. ആ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണെന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് പോകേണ്ടി വരില്ല. അപ്പം സ്വാഭാവികമായും ഏറ്റവും പോസിറ്റീവായ ഒരു രാഷ്ട്രീയമാണ് നാം കാണുന്നത്. അരവിന്ദ് കെജ്രിവാൾ വന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരുന്നത് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും ഇന്നെടുത്തിട്ടുള്ള നിലപാടുകളും നടപടികളും ഇന്ത്യ സഖ്യത്തിന് കരുത്ത് പകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ചില മുഖ്യമന്ത്രിമാർ കണ്ടുപഠിക്കേണ്ടതാണ്. ഇത്തരം വലിയൊരു പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ വിശദമായി അന്വേഷിക്കുകയും ചെയ്യാം. ഞാൻ വരാം. അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ പതിവില്ലാത്ത കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം. അത് എത്ര ദിവസം മുമ്പ് മുതൽ ആണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്നലെ മുതൽ ഇങ്ങോട്ട് വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. BJP ഈ വ്യത്യാസത്തോട് പ്രതികരിക്കുന്ന സമീപനം കാണുമ്പോൾ ഇതുവരെ കാണാത്ത കാഴ്ചകളായതുകൊണ്ട് ഒരു കൗതുകം തോന്നുന്നുണ്ട്. BJPക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. പ്രതിരോധത്തിലായി എന്ന് ആളുകളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന BJP ഇപ്പോൾ മറ്റുള്ളവരുടെ അജണ്ടയ്ക്ക് മുന്നിൽ ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അമിത്ഷായെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് BJPയുടെ പ്രവർത്തികളെ കൊണ്ട് തെളിയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ് സർ? എന്തിന്റെ സൂചനയാണ് എന്നുള്ളത് ശ്രീ KJ ജേക്കബ് സാർ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയല്ലാതെ ഈ അവസരത്തിൽ മറ്റു മാർഗങ്ങളൊന്നുമല്ല കരണീയം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ശ്രീ അനിൽകുമാർ ഇതൊരു വിധിയാണ് എന്നിവിടെ പറഞ്ഞു വെച്ചതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇത് വിധിയല്ല, ഇത് ഇന്ററിയം ബെയിലാണ്, ഇടക്കാല ജാമ്യം മാത്രമാണ്. 21 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ജയിലിനകത്തേക്ക് തന്നെ കയറണം. അതുപോലെ ശ്രീ അനിൽ ബോസ് പറഞ്ഞു തിരിച്ചു പോകേണ്ടി ഒന്നും വരില്ല, ചിലപ്പോൾ ഇതിന്റെ വിചാരണ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്നും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ വളരെ വ്യക്തമായി കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് പുറത്തേക്ക് വിടുമ്പോൾ, ഇത് the grant of the interim bail will not be treated as an exemption of opinion of the merits of the case or the criminal appeal which is pending consideration before us. മെരിറ്റ് കൊണ്ടല്ല, കേസുമായി ബന്ധപ്പെട്ട മെരിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല പുറത്തുവിടുന്നത്, ഇന്ററിയം ബെയിൽ അനുവദിക്കുന്നത് എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തുമായി ബന്ധപ്പെടുത്തി അല്ല പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായ നിബന്ധനകളിലൂടെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോലും കയറരുത്. ഓഫീസ് മാത്രമല്ല, ഡൽഹി സെക്രട്ടേറിയറ്റിൽ പോലും കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഷാൽ നോട്ട് സൈൻ ഒഫീഷ്യൽ ഫയൽസ്, ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫയലിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ നോട്ട് മേക്ക് എനി കമന്റ് വിത്ത് റിഗാർഡ് ടു ദി റോൾ ഓഫ് ദി പ്രസന്റ് കേസ്. ജയസൂര്യൻ, ഇതൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇതല്ല അജണ്ട മാറി. അത് താങ്കൾ ഒന്നുകൂടി ഓർക്കണം. എൻ്റെ ചോദ്യം അതുകൊണ്ട് അതിനെക്കുറിച്ചായിരുന്നു. അത് മാറി. അതിനുശേഷം ഇന്നിപ്പോൾ അമിത്ഷാ ഉത്തരം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. താങ്കൾ അത് 1 മിനിറ്റായി തൊട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഹി വിൽ നോട്ട് ഹാവ് ആക്സസ് ടു ഒഫീഷ്യൽ ഫയൽസ്. വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിബന്ധനകൾക്ക് കീഴിൽ 21 ദിവസത്തേക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടത് അത്യസാധാരണമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. കോടതിയുടെ ഈ നടപടി ആരും ചോദ്യം ചെയ്യുന്നില്ല. ഹേമന്ത് സോറനും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം, അതൊക്കെ കിട്ടണം. അങ്ങനെ അകത്ത് കിടക്കുന്ന എല്ലാവർക്കും
ഈ മര്യാദ ഇതേപോലെ കോടതികൾ അനുവദിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹം പുറത്തേക്ക് വന്നതോടുകൂടി ഈ ചിത്രം മാറി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ സുരക്ഷിതമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിത്രം മാറ്റാൻ കഴിഞ്ഞില്ല. 2015 അദ്ദേഹം അധികാരത്തിൽ വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ എല്ലാവരും പറഞ്ഞിരുന്നു ഡൽഹി തൂത്തുവാരും എന്ന്. പക്ഷെ അന്ന് 0 സീറ്റാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്. അന്ന് അദ്ദേഹത്തിന്റെ പേര് അണ്ണാ ഹസാരെയുടെ ശിഷ്യൻ മിസ്റ്റർ ക്ലീൻ എന്നായിരുന്നു. അങ്ങനെ അണ്ണാ ഹസാരെയുടെ മുഴുവൻ ഊർജവും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി മിസ്റ്റർ ക്ലീനായി 4 വർഷക്കാലം ഡൽഹി ഭരിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് അന്നത്തെ ചിത്രമെങ്കിൽ ഇന്ന് ഇത്രയധികം കുറ്റാരോപിതമായി ജയിലിൽ കിടക്കുന്നു. ഇവിടെ ഞങ്ങളല്ലല്ലോ അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്. ജയിലിലേക്ക് അയക്കാൻ കാരണക്കാരൻ ആരാണ്? കോൺഗ്രസിന്റെ ഡൽഹി PCC പ്രസിഡന്റ് അനിൽ ചൗധരി. അദ്ദേഹം കൊടുത്ത കേസാണ്. തുടർന്നിങ്ങോട്ട് അല്ല, ഇപ്പോ തിരിച്ചു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് രാജ്യത്തോട് പറഞ്ഞത് എന്നതിന് മിനിറ്റുകൾക്കകം അമിത്ഷാ ഓടി വന്ന് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ താങ്കൾ പറയുന്ന പോലെ, ജയസൂര്യൻ പറഞ്ഞതുപോലെ അമിത്ഷാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അഴിച്ചുവിട്ടാൽ പോരായിരുന്നോ? എന്തിനാണ് BJP അങ്ങനെയല്ല, പ്രധാനമന്ത്രിമാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമമില്ല എന്നൊക്കെ ഇവിടെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രിമാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമവും തീരുമാനവും BJP എടുത്തിട്ടുണ്ട് എന്നുള്ള കള്ളം കേജ്രിവാൾ പറഞ്ഞതുകൊണ്ടാണ് അതിന് മറുപടി അമിത്ഷാ കൃത്യമായി പറഞ്ഞത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണ് KJ ജേക്കബും അനിൽകുമാറും ഒക്കെ ഇവിടെ പറഞ്ഞത്. അത് BJPയോട് ഇങ്ങനെ അല്ലാതെ പറ്റില്ല എന്നാണ്. അതെ, അതാണല്ലോ ജേക്കബ് പറഞ്ഞത്, BJPയോട് ഇങ്ങനെ അല്ലാതെ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ BJPയെ നേരിടൂ. BJPയെ നേരിടാൻ വേണ്ടി ഇപ്പോ കോൺഗ്രസിനും അതുപോലെ CPIM-നും ഒക്കെ വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുകയാണല്ലോ കേജ്രിവാൾ പുറത്തേക്ക് വന്നതോടെ. നമ്മുടെ നാടൻ ഭാഷയിൽ കേരളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ പാണ്ടിലോറി മറിക്കാൻ വേണ്ടി തവള മസിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഒരു തവളയം കൊണ്ട് വന്നിരിക്കുകയാണ് പാണ്ടിലോറി മറിക്കാൻ. ഇപ്പൊ ഈ തവളയെ പിടിച്ച് അകത്തിടണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തവളയെ പിടിച്ച് അകത്തിടണ്ടായിരുന്നു, ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒന്നും ആവില്ല. അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. കേജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ട് ഈ സമരം നയിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കോൺഗ്രസിന്റെ MP-മാരെ വിജയിപ്പിക്കാൻ വേണ്ടി കേജ്രിവാളിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? കാരണം കോൺഗ്രസിന്റെ PCC പ്രസിഡന്റാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്, തുടർ നടപടികൾ ഉണ്ടായത്, ഇപ്പോൾ അദ്ദേഹം അത്തുപോയത്. അപ്പോൾ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, ഇന്ന് കെജ്രിവാൾ തന്നെ പറയുന്നുണ്ട്, അഴിമതിക്കാരായ ആളുകളെയൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിച്ചു കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രിയാക്കാൻ BJPക്ക് ആകുമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ഇതിനെ നേരിടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ പ്രതിപക്ഷം തയ്യാറാകില്ലേ? തീർച്ചയായിട്ടും CPIM പോലെയുള്ളവർ തയ്യാറാവണം. ഇപ്പൊ ഹനുമാൻ ചാലിസ് ചൊല്ലുകയും ഹനുമാന്റെ പേരിൽ അണയിടുകയും ചെയ്യുന്ന കേജ്രിവാളിനെയും ഹനുമാനെയും സ്തുതിക്കാൻ CPM തയ്യാറാകുന്നത് സ്വാഗതാർഹമാണ്. ലക്ഷ്മി ദേവിയെയും കുമാരനെയും നോട്ടിൽ അച്ചടിക്കണമെന്ന് പറയുന്ന അതേ കേജ്രിവാളിനെ വീണ്ടും പ്രശംസിക്കാൻ CPIM തയ്യാറാകുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊക്കെ മോശപ്പെട്ട കാര്യമായിട്ട് BJP കാണുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കെജ്രിവാൾ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമായി BJPക്ക് എന്ന് മുതലാണ് തുടങ്ങിയത്. ഇത് മോശപ്പെട്ടതല്ലെന്ന്, ഇത് നല്ല കാര്യമാണ്. അത് CPIM കൂടെ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പൊ കേജ്രിവാൾ എന്ത് ചെയ്യുന്നോ അത് അനുവർത്തിക്കാൻ CPM തയ്യാറാണ് എങ്കിൽ, കോൺഗ്രസ് തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചല്ലോ, ഞാൻ മാത്രം അകന്ന് കിടന്നാൽ പോരാ, പിണറായി വിജയനെ പിടിച്ചിടണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പിണറായി വിജയനെ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള സമരവും നമുക്ക് ഉടനെ ആരംഭിക്കണ്ടേ? പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കും മണിശങ്കർ അയ്യർക്കും ഒക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ, അവരെ കൊണ്ട് വർത്തമാനം പറയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ, ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒട്ടും വിലയില്ല എന്ന് അങ്ങ് തന്നെ പറയുന്ന ഒരു പ്രാധാന്യമില്ലാത്ത അഴിമതിക്കാരനായ ഒരു മനുഷ്യന്റെ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാളുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. ചർച്ചകളിൽ മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവാക്കേണ്ടി വന്നിരിക്കുന്നു. അല്ല, ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങൾക്കല്ല, ഇവിടെ കോൺഗ്രസിനാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത 21 ദിവസം രാഹുൽ ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ത് അധ്വാനിക്കേണ്ടി വരുമെന്നറിയാമോ? ഇപ്പൊ ചിത്രത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല, കോൺഗ്രസ് ഇല്ല, ചിത്രത്തിൽ അരവിന്ദ് കെജ്രിവാളേ ഉള്ളൂ. അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ആരെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ
അങ്ങനെ ഒരു കാര്യം അരവിന്ദ് അല്ല, കെജ്രിവാൾ നിങ്ങൾക്കുമുണ്ടല്ല പ്രശ്നം, നിങ്ങൾക്കുമുണ്ടല്ല പ്രശ്നം. ഇന്നു മുതൽ നിങ്ങൾ മറുപടി പറയണ്ടേ? നരേന്ദ്രമോദി 75 വയസ്സ് കഴിഞ്ഞാൽ അദ്വാനിയെ പോലെ മാറി നിൽക്കണ്ടേ? മുരളി മനോഹർ ജോഷിയെ പോലെ മാറി നിൽക്കണ്ടേ? യശ്വന്ത് സിൻഹയെ പോലെ മാറി നിൽക്കണ്ടേ? നിങ്ങൾ മറുപടി പറയണ്ടേ? അമിത്ഷായാണോ പകരം വരാൻ പോകുന്നത്? അതോ ആദിത്യനാഥാണോ യോഗിയാണോ വരാൻ പോകുന്നത്? നിങ്ങൾ മറുപടി പറയണ്ടേ? ചർച്ച അവിടെ നടക്കണ്ടേ? ഇനി ഈ നരേന്ദ്രമോദിക്ക് 75 വയസ്സായി കഴിഞ്ഞു പോലെ ഈ ചർച്ചയൊക്കെ, അതിന് ഇനി 1 വർഷവും കൂടെ ബാക്കിയുണ്ട്. അല്ല, 5 വർഷത്തേക്കാണല്ലോ നിങ്ങൾ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. BJPക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം, അങ്ങീ പറഞ്ഞ മറുപടിയിൽ തന്നെ ഉണ്ട് 1 വർഷം കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരും എന്ന്. അങ്ങനെയല്ലേ? അങ്ങനെയല്ല, അത് വ്യക്തമായിട്ട് അമിത്ഷാ പറഞ്ഞു. ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നരേന്ദ്രമോദി തന്നെയാണ്. അതെന്താണ് മറ്റുള്ളവർക്കുള്ള അദ്വാനിജിക്കുള്ള ഒരു നിയമം നരേന്ദ്രമോദിജിക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അത് നിയമമല്ലല്ലോ, എവിടെ എഴുതിയിരിക്കുന്നത്? ഏത് ഭരണഘടന? അതൊരു കീഴ്വഴക്കമല്ലേ? BJP അങ്ങനെയല്ലേ വ്യത്യസ്തമായ ഒരു പാർട്ടിയാകുന്നത്? ആ വ്യത്യസ്തത ഇവിടെ കാണിക്കണ്ടേ? ഈ ചർച്ച വഴിതിരിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങളുടെ മുന്നണി, ഇന്ത്യ മുന്നണി ശിഥിലമാവുകയാണ്. ഇല്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ ചർച്ചയല്ല. ഇത് കൈരളി ന്യൂസിന്റെ ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന പരിപാടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ചർച്ചയൊന്നും അല്ല. ഞങ്ങൾ അങ്ങ് സഹിക്കാം, പക്ഷെ അങ്ങ് മറുപടി പറയൂ. അല്ല, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ചാനലാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ കുറിച്ചാണ് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ശരി. തൃപ്തികരമാണോ KJ ജേക്കബ്? ഇതാണോ BJPയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി? ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട ഒട്ടും സീരിയസ് അല്ലാത്ത തെറിക്കുത്തരം മുറിപ്പത്തൽ, ഈ മുറിപ്പത്തലിനുള്ള മറുപടി ഇതാണോ BJP പറയാൻ പോകുന്നതെങ്കിൽ അവർക്ക് അടുത്ത 2-3 ആഴ്ച കൊണ്ടുള്ള മറ്റ് ബാക്കിയുള്ള ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനാകുമോ? അതിനു മുമ്പേ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് ഈ കണ്ടീഷൻസൊക്കെ വെച്ച്, അത് പിന്നെ കേസിൻ്റെ മെറിറ്റിലേക്ക് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പോകുമ്പം ഒരു കോടതിയും പോകാറില്ല. പക്ഷേ ഒറിജിനൽ കേസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു നിയമപ്രശ്നം കേജ്രിവാളിൻ്റെ അഭിഭാഷ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും പറഞ്ഞില്ല, അദ്ദേഹത്തിന് ബെയിൽ ജാമ്യാപേക്ഷയുടെ പുറത്തല്ല സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കേസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കേസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഈ സുപ്രീം കോടതിയിൽ, താഴത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു. അവർ രണ്ടുപേരും തള്ളി സുപ്രീം കോടതിയിൽ അദ്ദേഹം എത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഞാൻ തന്നെ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ PMLA കേസ് എടുത്തു വെച്ച് ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, PMLA നിയമത്തിൽ, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ ജാമ്യം കിട്ടില്ല. പ്രോസിക്യൂഷൻ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ ജഡ്ജിക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടൂ. സാധാരണഗതിയിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം വിചാരണ ചെയ്യാതെ എങ്ങനെയാണ് ഒരു പ്രതിയുടെ, അല്ലെങ്കിൽ അത്രയധികം കൺകോട്ടഡാണ്, ഒരു തരത്തിലുള്ള സംഭവം ഇല്ല എന്ന് കോടതിക്ക് ഉറപ്പ് വരും. അത് കോടതിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്നുള്ളത്, ഇയാൾ ജാമ്യത്തിൽ വിട്ടാൽ ഇയാൾ ഒരു കുറ്റവും ചെയ്യില്ല എന്ന് കോടതിക്ക് ഉറപ്പ് വരണം. എങ്ങനെ കോടതിക്ക് ഉറപ്പ് വരാനാണ്? അതുകൊണ്ട് ജാമ്യം കിട്ടാത്തൊരു വകുപ്പ് എടുത്തിട്ട് ആ വകുപ്പിൻ നടത്തിപ്പുകാരായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിട്ടാണ് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നത്. അതിനെയുള്ള ചോദ്യമാണ്. അപ്പം ജാമ്യ അപേക്ഷ വളരെ കഠിനമായിരിക്കുമ്പോൾ തന്നെ അറസ്റ്റിനുള്ള കണ്ടീഷനും ഈ നിയമത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. കാരണം ഈ നിയമം ഒറിജിനലി വരുന്നത് ഈ മയക്കുമരുന്ന് വേട്ടക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം മയക്കുമരുന്നും കച്ചവടം ചെയ്യുന്ന, അതിൽ നിന്ന് പണമുണ്ടാക്കുന്ന ആളുകളോട് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല എന്നുള്ള ലോകരാജ്യങ്ങളുടെ തീരുമാനം, ഐക്യരാഷ്ട്രസഭയുടെ അടക്കമുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം വരുന്നത്. ഈ നിയമത്തെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽ ഇൻ പൊസഷൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾ കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരണം. എങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് സുപ്രീം കോടതി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഈ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് ഒരാൾ കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടുന്ന കള്ളപ്പണം അയാൾ സൂക്ഷിക്കുകയോ അത് കൈമാറ്റം ചെയ്യുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്തതായിട്ട് എങ്കിൽ മാത്രമേ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചൊരു കുറ്റകൃത്യമാകൂ. അരവിന്ദ് കെജ്രിവാളിൻ്റെ അക്കൗണ്ടിൽ
മനീഷ് സിസോദിയുടെ അക്കൗണ്ടിൽ, സഞ്ജയ് സിംഗിൻ്റെ അക്കൗണ്ടിൽ, സത്യേന്ദ്ര യാദവിൻ്റെ അക്കൗണ്ടിൽ 1 രൂപ വന്നതായിട്ട് ഇതുവരെ തെളിവില്ല. 1 രൂപ വന്നതായിട്ട് തെളിവില്ല. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. നിങ്ങൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 2-1.5 കൊല്ലമായില്ലേ, എവിടെയാണ് കുറ്റപത്രം? ഇന്നലെ ജഡ്ജ്മെൻറ്റ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ ജഡ്ജ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ മിനിയാന്ന് രാത്രി നമുക്കൊക്കെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഇന്നലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ കുറ്റപത്രം കൊടുക്കുന്നു. കുറ്റപത്രമൊന്നും കൊടുത്തില്ല. കുറ്റപത്രം കൊടുക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് അവർ ഇലക്ടറൽ ബോണ്ട് വാങ്ങി അഴിമതിക്കാരായ കുറച്ച് പേരുടെ അടുത്തുനിന്ന് അവരെ ഭീഷണിപ്പെടുത്തി വാങ്ങിയ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, മാപ്പുസാക്ഷിയാക്കി വെച്ചവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതെ 1 രൂപ ഇവരുടെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പിടിക്കാൻ ഇന്ന് വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പറ്റിയില്ല. സഞ്ജയ് സിംഗിൻ്റെ കേസിൽ ചോദിച്ചാണ് സുപ്രീം കോടതി, ഇതേ ബെഞ്ചാണ് ചോദിച്ചത്, നീ എവിടെ ഈ പണത്തിൻ്റെ ട്രെയിൽ എവിടെ? ഒരു തെളിവും കൊടുക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് വരെ പറ്റിയിട്ടില്ല. ജാമ്യം കഠിനമാക്കുന്ന ഈ വകുപ്പ് അനുസരിച്ച് മനുഷ്യരെ ജയിലിലിടാമെന്നുള്ളതല്ലാതെ, പക്ഷേ എനിക്ക് അതിശയകരമായിട്ടൊന്നും ഇന്ന് വരെ വേറെ ആരും ഈ 19-ാം സെക്ഷൻ എടുത്തു വെച്ചിട്ട് എവിടെ തെളിവ്? അതായത് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ തെളിവ് വേണം, മെറ്റീരിയൽ ഇൻ പൊസഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇയാൾ കുറ്റവാളിയാണ് എന്ന് അയാളൊരു തീരുമാനത്തിലെത്താൻ. ആ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് തീരുമാനങ്ങളിലേക്കൊക്കെ പോകുമെന്ന് ഇപ്പോൾ പറയുന്നു. സുപ്രീം കോടതി അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് വാദം കേൾക്കുമെന്നല്ല, അതിനു മുമ്പ് ഞങ്ങൾ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് കേജ്രിവാളിൻ്റെ ഒറിജിനൽ കേസിൽ ഉത്തരവ് എപ്പോഴാണെന്ന് പറഞ്ഞതെന്നറിയാമോ? അത് പറഞ്ഞത് കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു 4-ാം തീയതിയാണ് റിസൾട്ട്, ഞങ്ങൾക്ക് 5-ാം തീയതി വരെ ജാമ്യം തരണം എന്ന് കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് അതിനു മുമ്പ് ഇതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. കാരണം ഇന്ന് ഈ നാല് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. ഈ BRSൻ്റെ നേതാക്കളുണ്ട്. വേറൊരു ചുറ്റിക്കളി അതിൽ വേറെ നടക്കുന്നുണ്ട്. അതിലൊക്കെ അഴിമതി നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്നും നമുക്കറിയില്ല. അതിൽ കോടതി നോക്കുമായിരിക്കും. അതിൻ്റെ ട്രെയിലുണ്ട് എന്നൊക്കെ പറയുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ വന്നതായിട്ട് ഇന്ന് വരെ സുപ്രീം കോടതിയിൽ ഒരു തെളിവില്ല. ഇവരുടെ ആരുടെയും കുറ്റപത്രത്തിലില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ കുറ്റപത്രം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ജാമ്യം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വകുപ്പ് അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയുടെ നീക്കം. ഇത് ചെറിയ കാര്യമല്ല. പുറത്തെടുത്ത് വിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചെന്ന് വർത്തമാനം പറയണം. ഇത് ഇമാതിരിയുള്ള നിയമത്തിൻ്റെ ദുരുപയോഗം കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ, സുപ്രീം കോടതി പറഞ്ഞത് ഇതിൻ്റെ ചാലകശക്തി, ജനാധിപത്യത്തിൻ്റെ ചാലകശക്തിയാണ് തെരഞ്ഞെടുപ്പ് എന്നാണ്. ആ ചാലകശക്തിയായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഭരണകൂടത്തെ അനുവദിക്കില്ല എന്നുള്ള അതിശക്തമായ മെസ്സേജ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. അദ്ദേഹം ഫയൽ ഒപ്പിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ മര്യാദകേട്, ഈ നിയമവിരുദ്ധത, ഈ ജനാധിപത്യ വിരുദ്ധത, ഈ ഭരണഘടനാ വിരുദ്ധത ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, സുപ്രീം കോടതി ഈ വിധി നേരത്തെ പ്രഖ്യാപിക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അതും കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ. പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇത് ഇപ്പോൾ തന്നെ ലെവലില്ലാതെ സംസാരിച്ചു തുടങ്ങി. അംബാനി അദാനിയും കൂട്ടിയൊക്കെ പറഞ്ഞു തുടങ്ങി. അത് കൂടുതൽ വഷളാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം സുപ്രീം കോടതി ആ കാരുണ്യം കേന്ദ്ര ഭരണകക്ഷിയോട് കാണിച്ചത്. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, അപ്പോൾ ആ കാരുണ്യം കാണിച്ചതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് എങ്ങനെ നിന്നു പോകാം എന്നേ ഉള്ളൂ. അത്രയെങ്കിലും സുപ്രീം കോടതി ചെയ്തു. ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഇനി ജനങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇതാ ചർച്ച ചെയ്യുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ BJP അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതൊക്കെ ഇപ്പോൾ ജയസൂര്യൻ പറഞ്ഞതുപോലെയാണ്. മതിയോ അങ്ങനെ? അല്ല, BJP ഓരോ തെരഞ്ഞെടുപ്പിലും ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ BJP ഉണ്ടാക്കിയ ഒരു അജണ്ടയിലും ജനങ്ങൾ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് BJPക്ക് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിയും തോറും എന്താണ് പറയേണ്ടതെന്നറിയാതെ ഭ്രാന്തമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജനസംഖ്യാ ജിഹാദാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ആരോപണം. ബാക്കിയെല്ലാം പോയോ? 10 കൊല്ലക്കാലത്തെ BJPയുടെ ഭരണ നേട്ടങ്ങൾ ഒരു സ്ഥലത്തും ഉന്നയിക്കുന്നില്ല.
നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ വർഗീയ വിഭജനമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൈം മാഗസിൻ ഇത്തവണ പുറത്തിറങ്ങിയപ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ആ ടൈം മാഗസിൻ്റെ ഫ്രണ്ട് പേജ്. അതിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനം നടത്തുന്നയാളായിട്ടാണ്, വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് നരേന്ദ്രമോദിയെ ടൈം മാഗസിൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും താഴേക്ക് കൂപ്പുകുത്തി നാളിൽ ടൈം പോലൊരു മാഗസീന് അങ്ങനൊരു കവർ ചിത്രത്തോടുകൂടി മോദിയെ അവതരിപ്പിക്കാൻ ഇടവന്നത് എന്താണ്? ഗുജറാത്ത് വംശഹത്യ കാലത്തെ മോദിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു പോയിരിക്കുന്നു. അതാണ് ആളുകൾ തിരിച്ചറിയുന്നത്. മോദി അലറുമ്പോൾ, നമ്മുടെ സിംഹങ്ങളിലെ അലർച്ച എന്ന് പറഞ്ഞാൽ സിംഹം അലറുമ്പോൾ നമ്മൾ വിചാരിക്കും സിംഹം ആളുകൾക്കെതിരെ വിരട്ടാൻ അലറുകയെന്ന്. അല്ല, അലറുന്നത് അവരുടെ അരക്ഷിത ബോധം കൊണ്ടാണ്. ജീവികൾ നിലവിളിക്കുന്നത് കാണുമ്പം ജീവികളുടെ അലർച്ച എന്ന് പറഞ്ഞാൽ നിലവിളിക്കലാണ്. അരക്ഷിതാവസ്ഥ അവർക്കാണ്. അവരുടെ ആന്തരിക ഭയമാണ് ഈ അലർച്ചയായിട്ട് വരുന്നത്. മോദിയുടെ അലർച്ച അവരുടെ ആന്തരിക ഭയമാണ്, BJPയുടെ ആന്തരിക ഭയമാണ്. അങ്ങനെ മോദി അലറുകയാണ്, അമിത്ഷാ അലറുകയാണ്. അങ്ങനെ അവരെ തുറന്നു കാട്ടാൻ അവരുടെ ഓരോ സ്ട്രാറ്റജിയും അവരെ ആളുകൾ വിലയിരുത്തി. ആളുകൾ നന്നായി രാഷ്ട്രീയ ബോധമുള്ളവരാണ്. എന്തുകൊണ്ട് മോദി ഇങ്ങനെ മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാന്ന് പറഞ്ഞു? ഈ ജനസംഖ്യാ സിദ്ധാന്തം പറയുന്നു, ഇങ്ങനെ മംഗല്യസൂത്രം പിടിച്ചു പറിക്കുമെന്ന് പറയുന്നു. ഇവിടെ മണിപ്പൂരിൽ സ്ത്രീകൾ ഉടുവസ്ത്രം കൊടുക്കാത്തവരാണ്. ആ ഉടുവസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ മിണ്ടാത്ത മോദിയാണ് നിങ്ങളുടെ മംഗല്യസൂത്രം സംരക്ഷിക്കാൻ നടക്കുന്നത്. അപ്പോൾ BJPയുടെ ഒരു അജണ്ടയും വിജയിക്കുന്നില്ല. CPMന് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം, ഫ്രം ദി ഡേ വൺ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്ന പാർട്ടിയാണ് CPM. ഞങ്ങൾ ഒരു കാലത്തും എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ പേര് കെജ്രിവാൾ പറയുന്നത്. ഫ്രം ഡേ വൺ ഞങ്ങൾ കത്തെഴുതിയിട്ടില്ല. മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ കൂടെ പിടിച്ചകത്തിടാൻ മേലെ ഞങ്ങൾ ചോദിക്കാത്തവരാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിമാരൊക്കെ അല്ല മന്ത്രിമാരൊക്കെ തന്നെ അല്ല പല നേതാക്കളും അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് പഠിക്കണമെന്ന് പറയുമ്പം അവരോടൊപ്പം നിന്ന അഭിമാനം നമുക്കുണ്ട്. ഈ 10 കൊല്ലക്കാലം, ആ 10 കൊല്ലക്കാലം മോദിയുടെ ഒരു അജണ്ടയോടും സന്ധി ചെയ്യാതെ നിർഭയമായി നിലപാടെടുത്തൊരു ഇടതുപക്ഷം ഇവിടെയുണ്ട്. തന്ത്രപൂർവ്വം അരവിന്ദ് കെജ്രിവാൾ പലയിടത്തും മിണ്ടിയിട്ടുമില്ല. പൗരത്വ ഭേദഗതി വിഷയം വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ നിശബ്ദമായിരുന്നു. അത് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താണ്? ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടിനോടെല്ലാം ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിനകത്ത് BJPയെ നേരിടുന്ന വൈവിധ്യസമ്പന്നമായ ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും നിറകുടമായിട്ട് ഒരടയാളമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അതിൽ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് വേട്ടയാടപ്പെടുന്നവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ആ വേട്ടയാടപ്പെടുന്നവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെ ഒരുമിച്ച് ഉയർത്തുന്നതിലൊരു ശബ്ദം ഇന്നും ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ നാട്ടിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. ഇപ്പം എന്താ അവസാനം സംഭവിച്ചത്? സത്യം പുറത്തു വന്നു. സത്യം പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. നമ്മുടെ വിവിധ ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്രത്തോളം തെറ്റായ നിലയ്ക്കാണ് ഈ കള്ളപ്രചരണങ്ങൾ കുടുങ്ങിപ്പോയത്, വിശ്വസിക്കപ്പെട്ടത്. ഒരു ചാപ്പ കുത്തുന്ന പോലെ മാസപ്പടി എന്നൊരു ചാപ്പ മുഖ്യമന്ത്രിയുടെ മകളുടെ മേലെ കുത്താനും ഇവർ പരിശ്രമിച്ചത്. പക്ഷെ നമ്മൾ റെസിസ്റ്റ് ചെയ്തു. നമ്മൾ നല്ല നിലയ്ക്ക് മറുപടി കൊടുത്തു, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം ഒരു കോടതിയുടെ ആദ്യ പരിശോധനയിൽ തന്നെ അത് തള്ളിപ്പോയി. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നില്ല. കെജ്രിവാളിന് 3ാമത്തെ കോടതിയിൽ എത്തിയപ്പോഴാണ് നീതി കിട്ടിയത്. നീതിയുടെ വെളിച്ചം, നീതിയുടെ കിരണങ്ങൾ കിട്ടിയത്. ആ ഭാഷയാണല്ലോ ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങിയോ? കെജ്രിവാളിന് നീതിയുടെ കിരണങ്ങൾ കിട്ടിയത് സുപ്രീം കോടതിയിലാണ്. പൊൻകിരണം അത് സുപ്രീം കോടതിയിലാണ് കിട്ടിയത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ കോടതിയിൽ തന്നെ പിണറായി വിജയന് മാസപ്പടി എന്നുള്ള ദുരാരോപണത്തിൻ്റെ ചാപ്പയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചാട്ടവാറ് കൊണ്ട് അടി കിട്ടി. അടികൊണ്ട് പൊളയുന്നവർ ഇവിടുത്തെ പ്രതിപക്ഷമാണ്, കേരളത്തിലെ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരു നേതാവിൻ്റെയും പേര് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞില്ല. കെജ്രിവാൾ പറഞ്ഞ പേരുകളെല്ലാം നോക്കൂ, മറ്റു പാർട്ടികളിലെല്ലാം പേര് പറഞ്ഞു, കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞില്ല. അതിന് കാരണം എന്താണ്? അദ്ദേഹം വിട്ടുപോയത് കൊണ്ടായിരിക്കത്തില്ല.
വിട്ടുപോയത്. പിന്നെ BJP-ക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളിവിടെ കെജ്രിവാൾ അത് ചെയ്യരുത്, അവിടെ ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ന്യായം ശരിച്ചില്ല. അജിത് പവാറിനെ അകത്തോട്ട് വിടണ്ടേ? ആദർശ് കുംഭകോണത്തിൻ്റെ ചവാനെ നിങ്ങൾ അകത്തോട്ട് വിടണ്ടേ? നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ, പൊളിറ്റിക്കൽ വാഷിംഗ് മെഷീൻ. എന്നിട്ടോ റിസർവ് ബാങ്കിൻ്റെ ഒരു നയമുണ്ട്, ക്ലീൻ നോട്ട് പോളിസി എന്ന് പറയും. ജേക്കബ് സാറ് വേണമെങ്കിൽ അതൊന്ന് എഴുതണം. ക്ലീൻ നോട്ട് പോളിസി എന്ന് പറയും. അതായത് നിങ്ങൾ ഈ മുഷിഞ്ഞ നോട്ട് കൊണ്ട് ബാങ്ക് കൊടുത്താൽ അപ്പം തന്നെ നല്ല നോട്ട്, നല്ല ചൂടുള്ള നോട്ട് കൊടുക്കണമെന്നാണ് ക്ലീൻ നോട്ട് പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എന്ന് പറയുന്നത് അത് നടപ്പാക്കിയിരിക്കുകയാണ്. ഏത് മോശം പണി ചെയ്ത ഏത് നേതാവും BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ എല്ലാ കേസും പിൻവലിക്കപ്പെടും. ഇതാണ് നിങ്ങൾ ഈ വാഷിംഗ് മെഷീൻ, ആ വാഷിംഗ് മെഷീൻ കൊണ്ട് BJP എന്ന് പറയുന്നത് ഏറ്റവും അധപ്പതിച്ചൊരു പ്രസ്ഥാനമായി. ഞാൻ ഈ ചർച്ചയിൽ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സക്കറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറു നോവലാണല്ലോ വിധേയൻ. തൊമ്മിയുടെ കഥാപാത്രം, പട്ടേലരുടെ കഥാപാത്രമുള്ള വിധേയൻ. അതില് ഭാസ്കര പട്ടേലര് വീഴുമ്പോൾ ആ തൊമ്മിയാണ് ഈ ഭാസ്കര പട്ടേൽ മരിച്ചതെന്ന് ഓടി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊമ്മിമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ജൂൺ 4-ാം തീയതി തൊമ്മിമാർ ഈ രാജ്യത്ത് പറയും. ജൂൺ 4-ന് തൊമ്മിമാർ ഈ രാജ്യത്ത് പറയും ഭാസ്കര പട്ടേലർ വീണു. ഇതാ ഒരു യാഥാർത്ഥ്യബോധമാണ്. അതുകൊണ്ട് കെജ്രിവാൾ 2-ാം തീയതി അകത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ 2-ാം തീയതി കെജ്രിവാൾ അകത്തേക്ക് പോകില്ല എന്ന് പറയാൻ ഞാനല്ല. പക്ഷെ 4-ാം തീയതി കഴിഞ്ഞാൽ മോദി അകത്തേക്കാന്ന് പറയാൻ ഞാൻ ഉറപ്പാണ്. കാരണം അത്രത്തോളം ഈ രാജ്യത്തിനകത്ത് നിയമപരമായി നടപടിയെടുക്കേണ്ട 1000 കുറ്റം ചെയ്തു കഴിഞ്ഞു. വംശഹത്യയേക്കാൾ ഭീകരമായ കുറ്റം രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്ത പോലെ രാജ്യദ്രോഹം ഇന്ത്യ രാജ്യത്ത് ഒരു വ്യക്തിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ വഴി അകത്തേക്കാണ്, അക്കാര്യം ഉറപ്പായിട്ടുണ്ട്. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകണമെന്ന് ഒന്ന് സംശയിച്ച് നിന്നതാണ്. പക്ഷേ അനിൽ ബോസ് തന്നെ ലാസ്റ്റിൽ ചില മുഖ്യമന്ത്രിമാർ ചിലതൊക്കെ ഇവിടെ നിന്ന് പഠിക്കാനുണ്ടെന്ന് കെജ്രിവാളിനെ ചൂണ്ടിക്കാട്ടി അനിൽകുമാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായൊരു മറുപടി തന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ എന്നുള്ളത് നമ്മൾ കേട്ടതാണല്ലോ. പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ കെജ്രിവാളിനെ അകത്തേക്ക് അയക്കാൻ ആരാണ് കാരണക്കാരെന്ന് ഇപ്പോൾ ജയസൂര്യൻ കൂടി ചോദിച്ചതേ ഉള്ളൂ. അവിടെയൊക്കെ പോയി നിന്ന് ഇനി കെജ്രിവാളിനെയും കൂട്ടി നിർത്തി കോൺഗ്രസ്സിന് സംസാരിക്കാനാകുമോ എന്ന് ചോദിച്ചത് ജയസൂര്യനാണ്, BJP-യാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കൂടെ വേണ്ടേ? രാഹുൽ ഗാന്ധിക്കും അപ്പുറമുള്ള ഒരു വലിയ നേതാവ്, എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ അവിടെ നിൽക്കുന്നു എന്നതാണ് ഇന്ന് ഈ രാജ്യം ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം. അത് നമ്മൾ സമ്മതിക്കണ്ടേ? ഒന്ന്, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ എൻട്രി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുന്ന സാഹചര്യങ്ങൾ, BJP-ക്കെതിരെ ഉയർന്നു വരുന്ന പൊതുവികാരം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ BJP-യുടെ പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞു, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി അദ്ദേഹം വളരെ ശക്തനായിരുന്ന കാലത്ത് 0 ആയിരുന്നു ഡൽഹിയിൽ. ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ 0 ആകാൻ കാരണം എന്താ? അവിടെ കോൺഗ്രസും ആം ആദ്മിയും BJP-യും 3-ആയി നിന്ന് മത്സരിച്ചതുകൊണ്ടാണ്. ഇക്കുറി അങ്ങനല്ല മത്സരിക്കുന്നത്, ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. ഹരിയാനയിൽ 10-ൽ 10 പിടിച്ച ഹരിയാന സ്റ്റേറ്റിൽ ആം ആദ്മി ഒരു സീറ്റിലും ബാക്കി 9 സീറ്റിൽ കോൺഗ്രസും സഖ്യമായിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഈഗോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകുമോ മുന്നണി രാഷ്ട്രീയത്തിൽ? ഡൽഹിയിൽ 7-ൽ 4 ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുകയാണ്. ഞങ്ങൾ ആ ധാരണയിലാണ്. 26 സീറ്റുള്ള ഗുജറാത്തിൽ ഞങ്ങൾക്ക് 8 MLA-മാരുണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്ന ഒരു സ്റ്റേറ്റിൽ അല്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ ഇത് മര്യാദകേടാണ്. നിങ്ങൾ ഇവരെല്ലാം സംസാരിച്ചപ്പോൾ നിശബ്ദരായി കേട്ടിരുന്നിട്ട് ഞാൻ സംസാരിക്കാൻ തടസ്സപ്പെടുന്നത് ശരിയല്ലോ. ഞാൻ എന്നെ വിളിച്ചപ്പോഴേ പറയുന്നതാണ് ലാലിനോട്, ഇത് ശരിയല്ല. പറയൂ സാർ, പറയൂ. ഇത് ശരിയല്ല. അപ്പം അവിടെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റാണ് ഗുജറാത്തിൽ മത്സരിക്കുന്നത്, ബാക്കി കോൺഗ്രസ് മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ 2 പാർട്ടിയാണ്, ഞങ്ങൾ മുഖാമുഖം മത്സരിച്ച പാർട്ടിയാണ്. ഗുജറാത്തിൽ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന അവസരം നിഷേധിച്ച പാർട്ടിയാണ് ആം ആദ്മി. ആ കാര്യത്തിൽ എന്താ തർക്കം? കോൺഗ്രസ് നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തു. അതിലൊന്നും ഞങ്ങളതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നേ. ഞങ്ങൾക്ക് സംശയമുണ്ടാകുന്ന ഒരു വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അല്ല, പിണറായി വിജയനെതിരെയും പരാതി കൊടുക്കും.
ആർക്കെതിരെയും പരാതി കൊടുക്കും, ഞങ്ങൾക്കെതിരെയും ആർക്കും പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുക്കുന്നത് അന്വേഷിക്കേണ്ട ഏജൻസികൾ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അന്വേഷിക്കണം. 2022 കൊടുത്ത പരാതിയിൽ ആ അന്വേഷണം നടത്തേണ്ടതിന് പകരം, അന്വേഷണം നടത്തി കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിച്ച് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കേണ്ടതിന് പകരം, അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അത് കയ്യിൽ വെച്ച് താമസിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അത് രാഷ്ട്രീയമായി നരേന്ദ്രമോദി ഇത് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ പാളിപ്പോയത്? BJP ഇങ്ങനെ ചെയ്യില്ലായിരുന്നു നിങ്ങൾ എന്ത് വിചാരം കൊണ്ടാണ് അങ്ങനെ കരുതിയത്? അല്ലല്ല, നിങ്ങൾ സംസാരിക്കാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് സംസാരിക്കുക. അപ്പം ഞങ്ങൾ പരാതി കൊടുക്കുമെന്നേ, നരേന്ദ്രമോദിയുടെ അല്ല, ഞങ്ങൾക്ക് സംശയമുള്ള വിഷയത്തിൽ പരാതി കൊടുക്കും. ആ പരാതിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആ പരാതി ഞങ്ങൾ ആരെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ചോ. ഒരു പരാതി ഉണ്ടായാൽ അന്വേഷിക്കണം. ആ അന്വേഷിക്കുന്ന ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ പോലും പേര് പറയാതിരുന്നത് അതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ പറയാം. അത് ചോദിച്ചത് നന്നായി, അതുകൂടെ ഞാൻ പറയാം. ഞാനത് മറന്നിരിക്കുകയായിരുന്നു, വിട്ടുപോയായിരുന്നു. അത് കേട്ടിരുന്ന കാര്യം അത് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് സംസാരിച്ചിട്ട് കൂടിയാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയതല്ലല്ലോ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ലല്ലോ ഇന്ത്യ സഖ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുൻകൈയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരുമായി കൂടിയാലോചിച്ച് അവിടെ ഒരു സെക്കൻഡ് നിങ്ങൾ അസ്വസ്ഥനാകാതെ സഖാവേ, നിങ്ങൾ അസ്വസ്ഥനാകാതെ ഞാൻ പറയട്ടെ. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഞങ്ങളോട് യോജിക്കാത്തവർ, പരസ്പരം സംസാരിക്കാത്തവർ, പരസ്പരം മിണ്ടാത്തവർ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രമുള്ളവർ, അവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടത്. അവിടെ വലിയേട്ടൻ ചെറിയേട്ടൻ തർക്കമൊന്നുമില്ല. അവിടെ അരവിന്ദ് കെജ്രിവാൾ ആരാണെന്നും രാഹുൽ ഗാന്ധി ആരാണെന്നും ഒക്കെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഈ ഇന്നലെ വരെ എന്നല്ല, ഈ 10 വർഷക്കാലവും സന്ധിയില്ലാത്ത പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത്, അദ്ദേഹത്തെയാണ് സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ അംഗത്വം അയോഗ്യനാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സർട്ടിഫൈഡ് കോപ്പി പോലും പാർലമെന്റിൽ എത്തുന്നതിന് മുമ്പ് അയോഗ്യനാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. അത് രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തും. ഇവിടെ രാഹുൽ ഗാന്ധി വലുതാണോ അരവിന്ദ് കെജ്രിവാൾ ചെറുതാണോ എന്നുള്ള തർക്കം ഇവിടെ ഇല്ലെന്നേ. ഇവിടെ അങ്ങനെ ഒരു തർക്കമില്ല. അങ്ങനെ BJP അല്ല ആര് നരേറ്റീവ് ഉണ്ടാക്കാൻ നടക്കില്ല. ഏത് നേതാവും RJDയുടെ തേജസ്വി യാദവ്, ഇത് ഒരു സെക്കൻഡ് ലാലെ ഉപദ്രവിക്കാതെ, ലാലെ അനിൽകുമാറിനോട് കാണിച്ച സൗമനസ്യം കാണിക്കണമെന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു 5% കാണിക്കും. 5% കാണിക്കും. തേജസ്വി യാദവിനും അതുപോലെ ഉദ്ധവ് താക്കറേക്കും അരവിന്ദ് കെജ്രിവാളിനും സ്റ്റാലിനും അഖിലേഷ് യാദവിനും മെഹബൂബ മുഫ്തിക്കും ഒമർ അബ്ദുള്ളയ്ക്കും എല്ലാം ഒരേ പ്രാധാന്യം തന്നെയാണ്. CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള നേതാവായിട്ടുള്ള സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ശരി, എന്തുകൊണ്ട് ഞാൻ പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചു, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ചില മുഖ്യമന്ത്രിമാർ ഇത് കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഒരു മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥി, 543 MPമാരിൽ ഒരു MP മാത്രമായ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ഒരു വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം ഉന്നയിച്ചതിന് ഇത്രയും സഹിഷ്ണുതയില്ലായ്മ കാണിക്കാൻ കാര്യമില്ല. അതാണോ വിമർശനം? ഒരു വിമർശനം ഉന്നയിച്ചു എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. അതൊന്നും വേണ്ട. ജയസൂര്യനാണ് ഇനി മറുപടി വരുമ്പോ. ജയസൂര്യൻ മറുപടി പറഞ്ഞോളൂ. നേരത്തെ വാഷിംഗ് മെഷീൻ ആണ് BJP എന്നൊക്കെ പറഞ്ഞതിന് ഉള്ള മറുപടി പറയാൻ സമയമുണ്ടോന്ന് അറിയില്ല, പറഞ്ഞോളൂ. ഇവിടെ വച്ചു താമസിപ്പിച്ച് എന്ന് പറഞ്ഞല്ലോ. വച്ചു താമസിപ്പിച്ചത് BJP അല്ല, കോടതിയല്ല, അന്വേഷണ സംവിധാനങ്ങളല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കൊടുത്ത സമൻസ് 9 തവണ സമൻസ് നിരസിച്ച് അവസാനം ഇലക്ഷൻ കാലമായപ്പോൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അന്വേഷണ സംവിധാനങ്ങളോടും നിയമ സംവിധാനങ്ങളോടും യാതൊരു കൂറും വിധേയത്വവും ഇല്ലാത്ത ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും ഒട്ടും അനുസരിക്കാത്ത ഒരു ക്രിമിനൽ കുറ്റവാളിയാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. ആ കുറ്റവാളിയെ ഉയർത്തി കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ക്രിമിനലായിട്ടുള്ള കുറ്റവാളിയായ ഒരു വ്യക്തിയെ ഉയർത്തി അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം കുറ്റവാളിയാണെന്ന് ആരാണ് പറയുന്നത്? തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് മാത്രമല്ല,
കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും, രാഹുൽ ഗാന്ധി ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. അല്ല, നിങ്ങൾ ഇല്ലാതായാലും കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകുമല്ലോ. നിങ്ങൾ എന്തായാലും ഇല്ലാതാകും. ഇനിയിപ്പോ ഇന്ത്യ മുന്നണി വരും, കോൺഗ്രസ് മുക്ത ഭാരതവും ഉണ്ടാകും. അതാണോ നിങ്ങളുടെ ലക്ഷ്യം? കേജ്രിവാളിനുള്ള ഈ എഴുന്നള്ളൽ, ഈ സ്വീകരണം ഇന്ത്യ മുന്നണിക്കുള്ള ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. കേജ്രിവാളിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് അവരുടെ നേതൃത്വം തന്നെ കുറ്റവാളികളുടെ നേതൃത്വമാണെന്ന് തുറന്നു സമ്മതിക്കേണ്ടി വരും. രാജ്യത്തെ ജനങ്ങൾ അല്ല, നിങ്ങളുടെ നേതാവിനെ കുറിച്ച് പറയൂ. ഇനി ഇന്ത്യ മുന്നണി ഏത് നേതാവിനാണ് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൽ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ നേതാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം ഇപ്പൊ പറയാൻ പറ്റുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ വിഷമസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കോൺഗ്രസിന്റെ വിഷമസ്ഥിതിയെ കുറിച്ച് പറഞ്ഞതാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കാൻ വരുന്ന ആളിന് ബദലായിട്ട് മറ്റൊരു നേതാവിനെ ആ കോൺഗ്രസിന് തന്നെ ചുമക്കേണ്ടി വരുന്ന ഗതികേട്. ഇത് 543 പാർലമെന്റിൽ 10-15 സീറ്റാണ് ആം ആദ്മി ജയിക്കുന്നത്. ആ സീറ്റ് ജയിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഞങ്ങളൊന്നും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ശരി അൽബോസ്, ഞാൻ വരാം. എനിക്ക് അൽബോസ്, താങ്കൾ ഇപ്പൊ തന്നെ ആ സമയം ഉപയോഗപ്പെടുത്തിയാൽ പിന്നീട് സമയം തരാൻ ഉണ്ടാവില്ല. ശ്രീ അനിൽകുമാർ, ഇപ്പോ ശ്രീ ജയസൂര്യൻ പറഞ്ഞതിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാമോ? താങ്കൾ അതിനോട് യോജിക്കുമോ? അല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ 28 പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. ആ മുന്നണിയിൽ ഇനിയും പാർട്ടികൾ വരും. BJP പരാജയപ്പെടുന്നു എന്നൊരു സൂചന ലഭിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ഉണ്ടാവില്ല. ആന്ധ്രാപ്രദേശിലെ ജഗൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആ പാർട്ടിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് സഹായം കിട്ടൂല. ഇപ്പം തന്നെ ബിജു ജനതാദളുമായിട്ട് നിങ്ങളുമായിട്ട് അവിടെ തർക്കത്തിലാണ്. ഒരു സഹായം ഒറീസയിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ എന്തെല്ലാം അജണ്ട മുന്നോട്ട് വെച്ചോ ആ അജണ്ടയിൽ നിന്നെല്ലാം നിങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. 2025 RSSന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാം കീഴടക്കി കഴിഞ്ഞു ഞങ്ങൾ. ഇനി 2025 ഞങ്ങൾ ഭരണഘടന കൂടി അട്ടിമറിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന BJPക്ക് ഇപ്പോൾ ഇന്ന് തന്നെ ഈ ചാനലിനകത്തൊക്കെ ചില വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സംഘി രൂപത്തിൽ എഴുതുന്ന ചില ആളുകൾ പറയുന്നത് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സുരേന്ദ്രനെ ഓർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ സുരേന്ദ്രനെ ഓർപ്പിച്ചുകൊണ്ട് 200 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്നിപ്പോൾ ആളുകൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. ആര്? BJPക്കാരും RSSകാരും. അപ്പോൾ 200 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്നുള്ള തരത്തിലേക്ക് കാലുമാറ്റത്തിലൂടെ ഞങ്ങൾ ഈ ജനവിധി അട്ടിമറിക്കുമെന്ന് വരെ പറയുന്നതിലേക്ക് BJPക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റി ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേജ്രിവാൾ എത്രത്തോളം സംസാരിക്കുന്നു. ജയസൂര്യൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, പല സ്ഥലത്തും പോളിംഗ് നടന്നിട്ടില്ല. 400 സീറ്റ് നിങ്ങൾ എങ്ങനെയാണ് പ്രവചിക്കുന്നത്? അല്ല ലാലെ പറഞ്ഞോളൂ. ലാലെ അതിന്റെ തമാശതല്ല. അതിന്റെ 2 അക്കം കേരളത്തിൽ നിന്നാണ് 10. അതിന്റെ 2 അക്കം കേരളത്തിൽ നിന്നാണ് 10. ആ 2 അക്കത്തിനകത്ത് ഇപ്പൊ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് 2 ഉള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ 400-ലെ 2 അക്കം കേരളത്തിലാണല്ലോ 10. അതിലിപ്പോൾ അവരുടെ കമ്മിറ്റി കൂടിയപ്പോൾ 2 എണ്ണമുള്ളതെന്ന് പറഞ്ഞു. അപ്പം മോദിയുടെ കണക്കെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി. അതുകൊണ്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് കീഴടക്കാനാവാത്ത പുതിയ ഇന്ത്യയുടെ ഒരു സാക്ഷ്യപത്രമായി മാറും. അനിൽബോസ്, കണക്ക് മാത്രം മതി, മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകണ്ട. ഇനിയിപ്പോൾ സമയമില്ല. കണക്ക് താങ്കൾ നേരത്തെ പറഞ്ഞെടുത്തുനിന്ന് ഇങ്ങനെയാണെങ്കിൽ കൂടേണ്ടതാണ്. മോദിയുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ ഇനി 543 പുറത്തേക്ക് താങ്കൾ എണ്ണി പറയുമോ? ലാലെ ചർച്ചയിൽ കാര്യങ്ങൾ പറയാനുള്ള സമയം നിഷേധിക്കുക, എന്നിട്ട് തമാശ പറയുക എന്ന് പറയുന്നൊരു രീതി ശരിയല്ല. ഒന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും. തുടക്കം തൊട്ട് നമ്മൾ പറയുന്നു, വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർ, അഭിപ്രായങ്ങളുള്ളവർ, യോജിക്കാൻ കഴിയാത്തവരൊക്കെ തന്നെ യോജിച്ച രാജ്യ താല്പര്യം മുൻനിർത്തിയാണ്. നമ്മുടെ സഖ്യം അത്രത്തോളം ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ സഖ്യം വളരെ നല്ല നിലയിലാണ് തുടക്കം മുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ 300+ സീറ്റുമായി ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും. നമ്മളെ ഒറ്റ വരി മാത്രം ഞാൻ പറയുകയാണ്. 543 അംഗ പാർലമെൻറ്റിൽ ഇപ്പോൾ 353 NDA എന്ന് പറയുന്ന സംവിധാനത്തിനുള്ളത്, BJPയും സഖ്യകക്ഷികളും. അതിൻ്റെ മറുവശത്ത് 190 നിൽക്കുകയാണെന്ന്. 110 സീറ്റുണ്ടെങ്കിൽ തന്നെ 300-ലെത്താൻ കഴിയും. ഞങ്ങൾ നേർക്കുനേർ മത്സരിക്കുന്ന പലവട്ടം ഞാൻ പറഞ്ഞു, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, കർണാടക, അതുപോലെ തന്നെ ഗുജറാത്ത്,
അതുപോലെ മഹാരാഷ്ട്ര, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയൊക്കെ ഞങ്ങൾ കാച്ചിയും കുറുക്കിയും നോക്കിയാലും കോൺഗ്രസ് പാർട്ടിയും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന സ്ഥലത്ത് ശരി, ആ കണക്ക് തന്നെയാണ് കോൺഗ്രസിന് പറയാനുള്ളത്. ശരി, ഞാൻ അതിലേക്ക് വരുന്നില്ല. ശ്രീ KJ ജേക്കബ് ഒരൊറ്റ മിനിറ്റ് 60 സെക്കൻഡ് മാത്രം എണ്ണി പറയുകയാണ്. അവിടെ നേരത്തെ ശ്രീ അനിൽകുമാറും അൽബോസും തമ്മിലൊരു സംസാരം ഉണ്ടായല്ലോ, നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അരവിന്ദ് കെജ്രിവാളാണ് പുതിയ നായകൻ. അത് രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ കോൺഗ്രസിനുണ്ടായ ചില വീഴ്ചകൾ കൂടി ഈ ചർച്ചയിൽ ഒന്ന് പറഞ്ഞു പോകണ്ടേ? ഒരു മിനിറ്റ്. എനിക്കത്ര യോജിപ്പില്ല അതിനോട്. കാരണം കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി. കോൺഗ്രസിനെ മോശമാക്കി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിക്ക് വന്ന ഒരു വീഴ്ച ചില കോൺഗ്രസ് നേതാക്കൾ ഉപദേശിച്ച കാര്യങ്ങൾ അല്ല, ഇതിൻ്റെ അതുറപ്പാണ്. രാഹുൽ ഗാന്ധി അനാവശ്യമായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അപ്പോഴും BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ 100 സീറ്റിലെങ്കിലും കോൺഗ്രസ് BJPയെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. നമ്മൾ ഈ കാണുന്നതിൻ്റെ അകത്ത് അതിനുള്ള സാധ്യതകളുണ്ട്. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, ജാർഖണ്ഡ്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നൽ. ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ അത് ഉറപ്പായിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് ഇത് വളരെ സിമ്പിളാണത്. രാജ്യമുണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും സ്കോപ്പുള്ളൂ. ഇല്ലെങ്കിൽ ഇമാതിരിയുള്ള നിയമങ്ങൾ കണ്ടുപിടിച്ച് ജനനേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന ഒരു സംവിധാനം അപ്പുറത്തുണ്ട് എന്ന് മനുഷ്യർക്ക് ബോധ്യമാകുമ്പോഴാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകുക. നേതാക്കന്മാർക്ക് ബോധ്യമാകുമ്പോഴല്ല. അങ്ങനെ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ജാമ്യം, ഇന്നലെ ഇന്നുമായി ഡൽഹിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചരണം, അത് മനുഷ്യർക്ക് മനസ്സിലാകും എന്താണ് BJP ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി. ഈ രാജ്യം ഇല്ലാതാകാൻ പോകുന്നുവെന്ന് ഇത്രയും കാലം ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞതിനെ കൃത്യം ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട്. ശരി, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇന്നലെ വരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നരേന്ദ്രമോദിക്കെതിരെ ഏതൊക്കെ നേതാക്കൾ എന്തൊക്കെ പറയുമ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു 400ലേക്ക് BJP പറഞ്ഞതുപോലെ എത്തിക്കുകയാണോ കാര്യങ്ങൾ എന്ന്. പക്ഷേ ഇന്ന് ഉച്ച മുതലുള്ള ചോദ്യം മറ്റൊന്നാണ്. ആരാണ് BJP ജയിച്ചാൽ പോലും പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ഉത്തരം ഇപ്പോൾ പറയണ്ടേ BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ കൂടിയാണെങ്കിലും ഒരു നേതാവ് തന്നെയാണ്. അത് ഇന്ന് അരവിന്ദ് കെജ്രിവാളാണ്. രാഹുൽ ഗാന്ധിയെപ്പോൾ നിഷ്പ്രഭമാക്കിയെന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആ നേതാവിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലെ പെരുമാറ്റം ഇന്ത്യ മുന്നണി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇനിയുള്ള ചർച്ചകൾ. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ, KJ ജേക്കബ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.